അനിൽ മണ്ണത്തൂരിൻ്റെ ഇരുവഴിഞ്ഞിപ്പുഴയുടെ തീരം. ഇന്ന് 2025 ജനുവരി 31. ഞാൻ ജോലിയിൽ നിന്ന് വിരമിക്കുകയാണ്. അതെ, നാളെ ഞാനൊരു പെൻഷനർ. ഓ, എത്ര പെട്ടെന്നാ ദിവസങ്ങൾ നീങ്ങിയത്. ഇന്നലെ, കൃത്യം പറഞ്ഞാൽ 2005 ഒക്ടോബർ 26-നല്ലേ മാക്കൽ ആശുപത്രിയിൽ വന്നത്. 1990 മാർച്ചിൽ ദേവഗിരിയിൽ നിന്ന് ബിരുദം കഴിഞ്ഞു മടങ്ങി. ഹോസ്റ്റലിലെ സുന്ദരമായ ദിനങ്ങൾ കഴിഞ്ഞ് വെറുതെ വീട്ടിലിരുന്നപ്പോൾ 15 വർഷം നീങ്ങാൻ ഒരു നൂറ്റാണ്ട് തന്നെ അനുഭവപ്പെട്ടില്ലേ. അന്നൊക്കെ എന്താഗ്രഹമായിരുന്നു ഒരു ജോലി. കാഴ്ചാ പ്രശ്നമുള്ളതിനാൽ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്കോ സ്വയം ജോലിക്കോ ശ്രമിച്ചതുമില്ല. കാഴ്ചാ പരിമിതർക്കുള്ള അധ്യാപക കോട്ടയിൽ പ്രവേശനം കിട്ടുമായിരുന്നെങ്കിലും വേണ്ടത്ര കൊച്ചുകുട്ടികളെ ശ്രദ്ധിക്കാൻ കഴിയില്ലെന്ന ധാരണയിൽ അധ്യാപകരായ മാതാപിതാക്കൾ നിരുത്സാഹപ്പെടുത്തുകയാണ് ഉണ്ടായത്. സാധാരണക്കാരെ പോലെ ജോലി കിട്ടാൻ വൈകിയതിന് ഞാനും പരിതസ്ഥിതിയെ പഴിക്കുകയാണ് ചെയ്തത്. അടുത്തു പിടിച്ച് ചോദ്യപേപ്പർ നോക്കി ഉത്തരപേപ്പറിൽ രേഖപ്പെടുത്താൻ പ്രയാസമുണ്ടായിരുന്നെങ്കിലും 4 എണ്ണത്തിൽ ലിസ്റ്റിൽപ്പെടാൻ കഴിഞ്ഞെങ്കിലും ഊഴമെത്തിയില്ല. പന്തിയിലിരുന്നിട്ടും ഊണ് കിട്ടാത്ത അവസ്ഥ. അങ്ങനെ ആരോഗ്യവകുപ്പിൽ ശിപായിയായി കൊടിയത്തൂർ പഞ്ചായത്തിലെ മാക്കൽ ആശുപത്രിയിൽ ഞാനെത്തി. വേണുമാമനാണ് എന്നെ ജോലിയിൽ പ്രവേശിപ്പിക്കാൻ ആദ്യമായി കൊണ്ടുവന്നത്. കൊടിയത്തൂർ ഒരു ഓണം കേറാമൂലയാണെന്നാണ് വീട്ടുകാരൊക്കെ ധരിച്ചത്. ചെത്തുകടവിൽ വന്ന ഞങ്ങൾക്ക് മുൻപിൽ കൊടിയത്തൂരിലേക്ക് നേരിട്ടുള്ള ബസ്സാണ് ആദ്യം എത്തിയത്. ഇരുവഴിഞ്ഞിയുടെ തീരത്തൂടെയുള്ള വരവ് എന്തു ഭംഗി, എന്തു രസം. ശിപായിയുടെ പോസ്റ്റ് മാസങ്ങളായി ഒഴിഞ്ഞുകിടക്കുന്ന മാക്കലിൽ എന്നെ കണ്ടപ്പോൾ പലർക്കും ഇഞ്ചി കടിച്ച മുഖമായിരുന്നു. അവരെയും കുറ്റം പറയാൻ പറ്റില്ല. വീടിനടുത്തേക്ക് ശ്രമിച്ചുകൂടായിരുന്നു. ശ്രമിക്കണം. കുന്നമംഗലത്തോ കൊടുവള്ളിയിലോ ആയിരിക്കും നന്നാവുക. ഇവിടെ ശരിയാവില്ല, പ്രയാസമാകുമെന്ന് പറയാതെ പറഞ്ഞതാണല്ലോ അത്. അന്നത്തെ മെഡിക്കൽ ഓഫീസർ റസിയ ഡോക്ടർ 1 മാസത്തേക്ക് ലീവാണ്. താൽക്കാലിക ഡോക്ടർ ഫൈസൽ സാറാണെന്ന് ഒപ്പിയിൽ. ഇവിടെ ശരിയാവില്ല, മടങ്ങിപ്പോവണമെന്ന് മനസ്സു പറയാൻ തുടങ്ങി. പിറ്റേന്ന് ചാർജുള്ള വിൻസെൻ്റ് സാറിനെ പരിചയപ്പെട്ടു. ഇവരെല്ലാം ഇവിടെയില്ലേ, അവരൊക്കെ തന്നെ സഹായിക്കും അല്ലേ വിജയ? അന്നത്തെ PTS വിജയനോടാണ് സാറിൻ്റെ ചോദ്യം. ഓ, വിജയൻ. ഹൈദർക്കയും ഫാർമസിസ്റ്റ് ചന്ദ്രേട്ടനും അപ്പോഴും മൗനത്തിലായിരുന്നു. ദിവസങ്ങൾ നീങ്ങവേ വിൻസെൻ്റ് സാറ് പറഞ്ഞത് സത്യമായി. എല്ലാവരും എന്നെ പൂർണ്ണമായും സഹായിക്കാൻ തുടങ്ങി. അവരോരോരുത്തരും നൽകിയ സ്നേഹമാണ് 20 വർഷം എന്നെ ഇവിടെ ചേർത്തു നിർത്തിയത്. OPയിലെ റിസപ്ഷനിലായിരുന്നു എൻ്റെ തുടക്കം. പിന്നീട് എല്ലാ പ്രവർത്തനങ്ങളിലേക്കും എത്തി നോക്കാൻ ശ്രമിച്ചു. ജീവനക്കാരോട് ചായപ്പണവും സ്റ്റാഫ് ഫണ്ടും ടൂറും നികുതിയും പിരിവെടുക്കലും എല്ലാം നടത്തി. കാഴ്ചാപരിമിതിയുടെ പേരിൽ ഒരു കാര്യവും ഞാൻ ചെയ്യാൻ മടിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഗ്രാമീൺ ബാങ്ക്, പഞ്ചായത്ത്, ചെറുവാടി, CHSE എന്നിവിടങ്ങളിലെ ജീവനക്കാർ നൽകിയ സഹായവും ഹൃദയത്തിലുണ്ട്. മാക്കൽ ആശുപത്രിയിൽ എന്നെ ആദ്യം സ്വീകരിച്ച വിജയൻ ചെറുപ്രായത്തിലെ മരിച്ചതെന്നും വേദനയെ നിലകൊള്ളുന്നു. അന്ന് കാലാവസ്ഥാ പ്രശ്നം മൂലം അവനെ കാണാൻ പോലും പറ്റിയില്ല. ഒരു കുടുംബം പോലെ കഴിഞ്ഞ മാക്കലിലെ ഓരോരുത്തരെക്കുറിച്ചും പറഞ്ഞാൽ തീരാത്ത കഥകളുണ്ട്. എന്നെ ഒരു അനുജനെ പോലെ കൊണ്ടു നടന്ന ഹൈദർക്ക, അയാളാണ് നിന്നെ മടിയനാക്കിയതെന്ന് പറഞ്ഞ ഷബീഷ്, അങ്ങനെ ഓരോരുത്തർക്കുമുണ്ട് വിശേഷങ്ങൾ. 2005 നവംബർ 23-ന് മാക്കൽ ക്വാർട്ടേഴ്സിലേക്ക് താമസമാക്കി. അന്ന് ഞങ്ങൾ 10 കുടുംബം, 2 നേപ്പാളി, 2 ബിഹാറി, 6 ബംഗ്, 6 മലയാളി. എന്തൊരു സ്നേഹമായിരുന്നു. ആശുപത്രി പോലെ ക്വാർട്ടേഴ്സും ഒരു സ്വർഗമായിരുന്നു. SKP സ്കൂളിലെ വിജയൻ മാസ്റ്ററുമൊത്ത് വൈകിട്ട് ഈ ഗ്രാമം മുഴുവൻ കറങ്ങുമായിരുന്നു. ഇരുവഴിഞ്ഞിയുടെ തീരങ്ങൾ, തടായി സ്കൂൾ, സഞ്ചാരിമുക്ക്, കാരക്കുറ്റി. പ്രകൃതി ഭംഗി ആസ്വദിച്ചുള്ള ആ നടത്തത്തിൽ രാരുക്കുട്ടി വൈദ്യർ, വാസുദേവൻ മാഷ്, CT അബ്ദുള്ളാക്ക, CTC മാഷ്, ഗിരീഷ് കാരക്കുറ്റി, ഇംഗ്ലീഷ് പറയുന്ന ഡ്രൈവർ കാക്ക, മാഷുടെ കൂടെയുള്ള അധ്യാപകർ, അങ്ങനെ പലരെയും കണ്ടുമുട്ടുമായിരുന്നു. രാരുക്കുട്ടി വൈദ്യർ നാട്ടുവൈദ്യത്തിൻ്റെ ആചാര്യൻ. എപ്പോഴും കയ്യിൽ മരുന്നുണ്ടാകുമായിരുന്നു. ഏത് സുഖത്തിനും മരുന്ന് പറഞ്ഞു തരും, പണം ചോദിച്ചു വാങ്ങില്ല. നിറകുടം തുളുമ്പില്ല എന്ന് പറയുന്ന പഴഞ്ചൊല്ല് എത്ര ശരിയാ. അങ്ങനെ നടക്കുമ്പോൾ കൈതട്ടിപ്പുറായി, അതായത് വെസ്റ്റ് കൊടിയത്തൂർ LP സ്കൂൾ കാണുമ്പോൾ അവിടെയായിരുന്നു അമ്മയ്ക്ക് PS ലഭിച്ചിരുന്നത്. ചില സാങ്കേതിക കാരണങ്ങളാൽ അതൊഴിവാക്കുകയായിരുന്നു. അങ്ങനെ അമ്മയ്ക്കും മകനും കൊടിയത്തൂരുമായി ഒരു ബന്ധമുണ്ട്. റസാക്ക് കാക്ക, വേരം കടവൻ, ബാർബർ കോയക്കുട്ടി കാക്ക, അങ്ങനെ എത്ര പേർ. ആശുപത്രി അയൽവാസികളായ ആലിക്കുട്ടി മാഷ്, ഷംസുവിൻ്റെ കുടുംബം, ഷബീൽ, അർഷാദ്, മാക്കൽ സ്റ്റോർ ഉടമ അബ്ദുറഹ്മാൻ, അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയ വാപ്പ കുട്ടി ഹസൻ കാക്ക, ഇല്ല തീരില്ല ആ നീണ്ട ലിസ്റ്റ്. ഫസൽ റഹ്മാൻ ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് അംഗങ്ങൾ, നമ്മുടെ ആശമാർ. കൊടിയത്തൂരിനെക്കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ സാംസ്കാരിക മേഖലയെക്കുറിച്ചും ഗ്രന്ഥശാല പ്രസ്ഥാനത്തെക്കുറിച്ചും പറയാതെ വയ്യ. യുവധാര വായനശാല, സീതി സാഹിബ് കൾച്ചറൽ സെൻറ്റർ, അതിൻ്റെ സാരഥികളായ AR കൊടിയത്തൂർ, അബൂബക്കർ മാസ്റ്റർ,
കൊടിയത്തൂരിൻ്റെ എല്ലാമായ CP ചെറിയ മുഹമ്മദ്, യുവധാര പ്രവർത്തകരായ പ്രശാന്ത് കൊടിയത്തൂർ, ത്യാഗരാജൻ, കുഞ്ഞോയി, അങ്ങനെ പറഞ്ഞാൽ ഒടുങ്ങില്ല ആ ചരിതങ്ങളൊന്നും. വീണ്ടും മാക്കൽ ആശുപത്രിയിലേക്ക് വരട്ടെ. അവരൊക്കെ എൻ്റെ മേലുദ്യോഗസ്ഥരായിരുന്നെങ്കിലും എന്നെ ഒരു കൂടപ്പിറപ്പിനെ പോലെയാണ് കരുതിയത്. ഗിരീഷ്, രാമേട്ടൻ, ഷിഹാബ്, ബാബുവേട്ടൻ, എൻ്റെ അനുജൻ സരിൽ. സ്ഥാപനത്തിലെ ഒരാളും എന്നോട് മോശമായി സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ഉണ്ടായിട്ടില്ല. തിരിച്ചും അങ്ങനെ പെരുമാറാനാണ് ഞാൻ ആഗ്രഹിച്ചത്. കോവിഡ് കാലവും പ്രളയകാലവും മനസ്സിൽ വിങ്ങലായി ഇന്നും നിൽക്കുന്നു. വാക്സിനേഷൻ സമയത്ത് മുഴുവൻ ജീവനക്കാരെയും കോർത്തിണക്കി വൻ വിജയമാക്കിയ ബിന്ദു ഡോക്ടർ, അന്ന് സഹായത്തിന് വന്ന വളണ്ടിയർമാർ, അബൂബക്കർ മാസ്റ്റർ, റഷീദ് മാസ്റ്റർ തുടങ്ങി ഓരോരുത്തരും ഇന്നും ഹൃദയത്തിലുണ്ട്. 2019 ഫെബ്രുവരി 18 മന്ത്രി കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തിയതും 2020 കായകൽപ്പം പുരസ്കാരം ലഭിച്ചതും മറക്കാനാവില്ല. നൌഷാദ് സർ, മുഹസിൻ, സിനിയ സിസ്റ്റർ ടീമിൻ്റെ സൈന്യമായിരുന്നു ജില്ലാതലത്തിൽ 2ാം സ്ഥാനം നേടിയത്. അന്ന് എല്ലാ ജീവനക്കാർക്കും ഒപ്പം ലഭിച്ച മൊമെൻ്റോ ഒരു പത്മശ്രീ ലഭിച്ച സന്തോഷമാണ് ഞങ്ങൾക്ക് നൽകിയത്. ബിന്ദു ഡോക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ ആരോഗ്യമേള ഏറെ സന്തോഷത്തോടെ ഓർക്കുന്നു. ജോലിക്ക് കയറിയത് മുതൽ HMC അംഗങ്ങളെ ക്ഷണിക്കുക എന്നത് എൻ്റെ ദൗത്യമായിരുന്നു. റസാഖ് കൊടിയത്തൂർ, കരീം കൊടിയത്തൂർ തുടങ്ങിയവരുടെ നമ്പർ ഏതുറക്കത്തിലും ഓർമ്മയിലെത്തും. തുടക്കം മുതൽ ഉണ്ടായിരുന്ന സത്താർ കൊളക്കാടൻ കഴിഞ്ഞ വർഷമാണ് നമ്മെ വിട്ടു പിരിഞ്ഞത്. സർക്കാർ പറയുന്നു പ്രായമായെന്ന്. പിരിയാൻ മനസ്സ് അംഗീകരിക്കുന്നില്ലെങ്കിലും അതാണ് സത്യം. ചെറിയ മറവി വന്നു തുടങ്ങി, പലതും വിട്ടുപോയിട്ടുണ്ടാകാം. പക്ഷേ ഒന്നുണ്ട്, ഞാൻ എൻ്റെ മണത്തൂർ എന്ന് പറയുന്ന അതേ ആവേശമാണ് എനിക്കെൻ്റെ മാക്കൽ എന്ന് പറയുവാനും. അത്രമേൽ പ്രിയപ്പെട്ടതാണ് എനിക്കത്. ഇന്ന് വരെ സന്തോഷത്തോടെ കൂടെ ചേർത്ത് പിടിച്ച കൊടിയത്തൂരിനോട് എൻ്റെ കടപ്പാട് അറിയിക്കുന്നു. ഏറെ സ്നേഹത്തോടെ, അനിൽ മണ്ണത്തൂർ.